നല്ല ചിന്ത. ഒരു സന്യാസി വഴിതെറ്റി കാട്ടിലൂടെ അലയുകയായിരുന്നു. വനാത വനാതിർ വനാതിർത്തിയിൽ എത്തിയപ്പോൾ ഒരാൾ ഒരു വീട് തുറക്കുന്നത് അദ്ദേഹം കണ്ടു. സന്യാസി സന്യാസി അയാളോട് സന്യാസി അയാളോട് ചോദിച്ചു, എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം കിട്ടുമോ? അയാൾ പറഞ്ഞു, ഇവിടെ അത്തരം സ്ഥലങ്ങളൊന്നുമില്ല, ഞാനൊരു കള്ളനാണ്, സമ്മതമാണെങ്കിൽ എൻ്റെ കൂടെ പാർക്കാം. സന്യാസി സമ്മതിച്ചു. ഒരു മാസത്തോളം അയാളുടെ കൂടെ അദ്ദേഹം താമസിച്ചു. എല്ലാ രാത്രിയിലും കള്ളൻ മോഷണത്തിന് പോകും. തിരിച്ചു വരുമ്പോൾ സന്യാസി ചോദിക്കും, ഇന്ന് എന്തെങ്കിലും കിട്ടിയോ? കള്ളൻ പറയും, ഇന്നൊന്നും കിട്ടിയില്ല, പക്ഷേ നാളെ ഉറപ്പായും കിട്ടും. ഒരു മാസം ഇങ്ങനെ തുടർന്നു. സന്യാസി നാട്ടിൽ തിരിച്ചെത്തി ധ്യാനം തുടങ്ങി. ലക്ഷ്യം നേടുന്നതുവരെ മടുപ്പില്ലാതെ അദ്ദേഹം ധ്യാനം തുടർന്നു. അവസാനം സന്യാസി തിരിച്ചറിഞ്ഞു, കള്ളനായിരുന്നു തൻ്റെ ഗുരുവെന്ന്. എല്ലാവരിലും നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാകും. ഗുരുവിന് ഉണ്ടാകേണ്ടത് രൂപഭാവങ്ങളല്ല, അറിവും ആത്മശക്തിയുമാണ്. കണ്ടുമുട്ടുന്ന ആരിൽ നിന്നും പാഠങ്ങൾ പഠിക്കാനും ജീവിതം ക്രമപ്പെടുത്താനും തയ്യാറായാൽ ഗുരുക്കന്മാരെ തേടി മലനിരകളിലേക്കും മരുഭൂമികളിലേക്കും പോകേണ്ട കാര്യമില്ല. അനുദിന ജീവിതാനുഭവങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പാഠങ്ങൾക്ക് പാഠശാലകളിൽ നിന്ന് ലഭിക്കുന്ന അറിവിനേക്കാൾ ആഴവും പ്രായോഗികതയും ഉണ്ടാകും. സ്ഥിരോത്സാഹത്തിന് പകരം വയ്ക്കാൻ കഴിയുന്ന മറ്റൊന്നുമില്ല. ദൃഢനിശ്ചയത്തോടെ കർമ്മം ചെയ്താൽ ഏത് കാര്യവും സാധിക്കും. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയെടുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മനുഷ്യരുടെ ആത്മാഭിമാനം എന്നത് ഒരു മൺകുടം പോലെയാണ്. അത് തകരാൻ ഒരു ചെറിയ കല്ല് മതി. പലപ്പോഴും തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് ആ കല്ല് നൽകുന്നത് നമ്മൾ തന്നെയാണ്. ഹൃദയത്തെ മനസ്സിലാക്കാത്ത ഒരു മനുഷ്യനോട് നമ്മുടെ സങ്കടവും നമ്മുടെ ദാരിദ്ര്യവും പറയുന്നത് ആ ഹൃദയത്തെ മുറിവേൽപ്പിക്കാനുള്ള ആയുധം നമ്മൾ തന്നെ അവർക്ക് നൽകും പോലെയാണ്. മനസ്സിലാക്കാത്ത മനുഷ്യരോട് മനസ്സ് തുറന്ന് പരിഭവം പറയുമ്പോൾ ഒന്നോർക്കണം, നമ്മൾ തിരിഞ്ഞു നടക്കുമ്പോൾ അവർ തിരിഞ്ഞു ചിരിക്കുകയാണെന്ന്. ഇല്ലായ്മകളും സങ്കടവും നമ്മളെ മനസ്സിലാക്കിയ മനുഷ്യരോട് മാത്രം പറയാനുള്ളതാണ്. അല്ലാത്തവർക്ക് കേട്ട് ചിരിക്കാനുള്ള ഒരു തമാശ മാത്രമാണ് കടപ്പാട്. ദി ജെന്റിൽ ആർട്ട് ഓഫ് സ്വീഡിഷ് ഡെത്ത് ക്ലീനിങ് എന്ന ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ? സാധാരണ നമ്മുടെ ആയുസ്സിൻ്റെ പരിധിയില്ലേ, അതിനും ഒരു 10 വർഷം മുമ്പ് നമ്മുടെ ഭാവി കെട്ടിപ്പടുക്കാൻ സഹായിച്ച, നമുക്ക് കടപ്പാടുള്ള, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന പരമാവധി ആളുകളെയൊക്കെ നേരിൽ പോയി കണ്ട് ഒരു നന്ദി പറച്ചില്. നമ്മൾ അനാവശ്യമായി കൂട്ടിവെച്ചിരിക്കുന്നതെല്ലാം മറ്റുള്ളവർക്കായി കൊടുത്തു തീർക്കാനുള്ള ഒരു മാനസികാവസ്ഥ, അതാണ് ഈ പുസ്തകം പറയുന്നത്. സ്വീഡനിൽ 80 വയസ്സാണത്രേ ശരാശരി മനുഷ്യായുസ്. 70 വയസ്സ് മുതൽ അവർ ഈ യാത്ര ചോദിക്കലിന് തയ്യാറാവുന്നു എന്നാണ് പറയുന്നത്. അവസാനം നന്ദിയും കടപ്പാടും തെറ്റ് ചെയ്തവരോടൊക്കെ മാപ്പും ഒക്കെ പറഞ്ഞു തീർത്ത്, ആഗ്രഹങ്ങളെല്ലാം അവസാനിപ്പിച്ച്, കൂട്ടിവെച്ചതെല്ലാം കൊടുത്തു തീർത്ത് സ്വസ്ഥമായി ഒരു കണ്ണടയ്ക്കല്. നല്ല കോൺസെപ്റ്റ് അല്ലേ?
ജെന്റിൽ ആർട്ട് ഓഫ് സ്വീഡിഷ് ഡെത്ത് ക്ലീനിങ് എന്ന ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ? റവറൽ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ടിന് ആദരാഞ്ജലികൾ. മൃതസംസ്കാരം വെള്ളിയാഴ്ച 1:30 പുത്തൻപള്ളിയിൽ വെച്ച് നടക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ആത്മാവാണൻ സഹായകൻ പുസ്തകം പ്രകാശനം ചെയ്തത് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ ഇന്ന് അന്തരിച്ച ഫ്രാൻസിസ് ആലപ്പാട്ട് ഡോക്ടർ അച്ഛൻ ആണ്. മിസ്സിസ് സോമന വർഗീസിൻ്റെ ആത്മാവാണൻ സഹായകൻ എന്ന രണ്ടാമത്തെ പുസ്തകം ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ മുൻ ഡയറക്ടർ റവറൽ ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ട് പ്രകാശനം ചെയ്യുന്നു. ആലപ്പാട്ടച്ചനോട് ഈ സമയം ഞാൻ ഓർക്കുകയാണ്, നന്ദി രേഖപ്പെടുത്തുന്നു. ചുമക്കുന്ന ചില മനുഷ്യരുണ്ട്. ആരാണെന്നോ? എല്ലാവരെയും എപ്പോഴും തൃപ്തിപ്പെടുത്താനും സന്തോഷിപ്പിക്കാനും ശ്രമിക്കുന്നവർ. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ അവർ സ്വന്തം ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെക്കും. ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ ചെയ്യാനാവാത്ത കാര്യങ്ങളും ചിരിച്ചുകൊണ്ട് ഏറ്റെടുക്കും. ഓർക്കുക, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന മാന്ത്രിക വിദ്യ മനുഷ്യരിൽ ആർക്കും അറിയില്ല. ഒരു ബന്ധം നിലനിർത്താൻ തീവ്രമായി ശ്രമിക്കുന്നതിനിടയിൽ സ്വയം നഷ്ടപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കണം. സ്തുതിയായിരിക്കട്ടെ. നെഞ്ചിൽ വല്ലാതെ ഭാരം ചുമക്കുന്ന ചില മനുഷ്യരുണ്ട്. ആരാണെന്നോ? എല്ലാവരെയും എപ്പോഴും തൃപ്തിപ്പെടുത്താനും സന്തോഷിപ്പിക്കാനും ശ്രമിക്കുന്നവർ. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ അവർ സ്വന്തം ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെക്കും. ആരെയും പരസ്പരമുള്ള വീഴ്ചകളും കുറവുകളും മനസ്സിലാക്കി വിട്ടുവീഴ്ചയോടെ ഇടപെടുമ്പോഴാണ് ഓരോ ബന്ധങ്ങളും കൂടുതൽ ദൃഢമാകുന്നത്. നമ്മളാരും എല്ലാ ഗുണങ്ങളും തികഞ്ഞവരല്ല എന്ന തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് സ്നേഹത്തിന് കൂടുതൽ ആഴം ഉണ്ടാകുന്നത്. തെറ്റുകൾ തിരുത്തിയും കുറവുകളെ അംഗീകരിച്ചും മുന്നോട്ട് പോകുന്നതാണ് യഥാർത്ഥ സ്നേഹം. സ്നേഹത്തിൻ്റെ പൂർണ്ണത ഒരാളുടെ നന്മകളെ മാത്രം സ്നേഹിക്കുന്നതല്ല ബന്ധം, മറിച്ച് അവരുടെ പരിമിതികളെ കൂടി ചേർത്ത് പിടിക്കുന്നതാണ്. പൂർണ്ണത തേടിയുള്ള യാത്രയേക്കാൾ നല്ലത് അപൂർണതകളിൽ പരസ്പരം താങ്ങായി നിൽക്കുന്നതാണ്. വിട്ടുവീഴ്ചകൾ തോൽവിയല്ല, മറിച്ച് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നാം നൽകുന്ന വലിയൊരു കരുതലാണ്. തിരിച്ചറിവുകളുടെ ലോകം മനുഷ്യരാരും തികഞ്ഞവരല്ല എന്ന സത്യം ഹൃദയത്തിൽ സൂക്ഷിക്കുക. ചെറിയ തെറ്റുകളെ സ്നേഹപൂർവ്വം ക്ഷമിക്കാനും വലിയ കുറവുകളെ കരുണയോടെ മറക്കാനും ശീലിക്കുമ്പോൾ ജീവിതം മനോഹരമാകും. വിട്ടുവീഴ്ചയുള്ള ഒത്തുചേരലുകളിലാണ് സന്തോഷത്തിൻ്റെ വിത്തുകൾ മുളയ്ക്കുന്നത്. നന്മയും സ്നേഹവും നിറഞ്ഞ ഈ ദിവസത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോടുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകട്ടെ. പരസ്പരം താങ്ങായി തണലായി എന്നും നിലനിൽക്കാം. കടപ്പാട്.
എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഫ്രാൻസിസ് ആലപ്പാട്ടച്ഛൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ദിവസം എല്ലാവർക്കും. ഗുഡ് നൈറ്റ്.